ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ സമയം വാഴ്ത്തുമാറാകട്ടെ. ആത്മശക്തി ഇന്റർനാഷണൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൻ്റെ സ്നേഹവന്ദനം പ്രാരംഭത്തിൽ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത് വാക്യം ഞാനിവിടെ വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പരിശുദ്ധമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമാധാനം വേണ്ടവർക്ക് സമാധാനം, ആശ്വാസം വേണ്ടവർക്ക് ആശ്വാസം, വിടുതൽ വേണ്ടവർക്ക് വിടുതൽ, രോഗസൗഖ്യം വേണ്ടവർക്ക് രോഗസൗഖ്യം, പാപക്ഷമ വേണ്ടവർക്ക് പാപക്ഷമ ഈ പകൽക്കാലം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെല്ലാം മാറ്റണം. യേശു ക്രിസ്തുവിന്റെ അധികാര നാമത്തിൽ ദൈവസാന്നിധ്യം ഈ പകൽക്കാലോട് വ്യാപരിക്കട്ടെ. ദൈവികമായ കരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ കരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണം. പ്രാർത്ഥനയാചനകൾക്കും സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ആമേൻ. വായിക്കപ്പെട്ട വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിക്കൂ. മനുഷ്യരെല്ലാം പല വിഷയങ്ങളിൽ കലങ്ങുന്ന സന്ദർഭങ്ങളാണ്. കഷ്ടതകൾ, പരിശോധനകൾ, കടഭാരങ്ങൾ, ഞെരുക്കങ്ങൾ, ഇല്ലായ്മകൾ, ഡോക്ടർക്ക് പരിഹരിക്കാൻ കഴിയാത്ത രോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മനുഷ്യർ കലങ്ങിപ്പോകാറുണ്ട്. എന്നാൽ യേശു കർത്താവ് വ്യക്തമായി തന്റെ ജനത്തോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതം ധാരാളം പ്രശ്നങ്ങളിലൂടെ, വേദനകളിലൂടെ ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. അപ്പൊ ഈ സാഹചര്യത്തിൽ പലവിധമായ പ്രതിസന്ധികൾ നാം തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. പല ശോധനകളിലൂടെ നാം കടന്നു പോകാം, മനുഷ്യന്റെ വാക്കുകൾ നിമിത്തം. അപ്പൊ എല്ലാ നിലവാരത്തിലും നാം ഈ വിധമായ കലക്കങ്ങളിലൂടെ നാം പോയിക്കുന്ന ഒരു ജീവിതമാണ് മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്നത്. എന്നാൽ ദൈവം നമ്മോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. അപ്പൊ കലക്കം മാറ്റിയിട്ട് നാം ചെയ്യേണ്ടത്, നാം നമ്മുടെ സർവശക്തനായ ദൈവത്തിൽ നാം വിശ്വസിപ്പാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിൽ വിശ്വാസം വയ്ക്കുക. അതിനാധാരമായി വീണ്ടും ഒരു വേദഭാഗം യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ഇവിടെ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പൊ എന്തിനാണ് നമ്മൾ യേശുവിൽ വിശ്വസിക്കേണ്ടത്? നിത്യജീവൻ പ്രാപിക്കുവാൻ, അഥവാ ഇംഗ്ലീഷിൽ എറ്റേണൽ ലൈഫ്. അപ്പൊ മനുഷ്യന്റെ ജീവിതം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല. സാധാരണ മൃഗങ്ങൾ ചാവുന്നത് പോലെ ഹല്ലേലൂയ കുടിച്ചു മൂടുന്ന ഒരു അനുഭവമല്ല ദൈവം മനുഷ്യന് വച്ചിരിക്കുന്നത്. ശലോമോൻ ഞാൻ ഈ പ്രകാരം ചോദിക്കുന്നുണ്ട്, മൃഗത്തിന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകുന്നു, മനുഷ്യന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകുന്നു, ആർക്കറിയാം? ഒരു ഭാഗത്ത് തനിക്ക് സംശയമായ ഒരു കാര്യം ഇരിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ വിശ്വാസം നാം എന്തിനാണ് യേശു വിശ്വസിക്കുന്നത്, അതിന്റെ ഏറ്റവും പ്രധാന കാര്യം ഇരിക്കുന്നത്
നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ. അപ്പൊ ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല നിങ്ങളുടെ ജീവിതം. വരുന്നൊരു ലോകമുണ്ട്. യേശു കർത്താവ് അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് നിങ്ങളെയും അവിടെ കൊണ്ടുപോകും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാനാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അപ്പൊ വിശ്വസിച്ചാൽ, ദൈവത്തിൽ വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, തന്നെ വിശ്വസിക്കുന്ന ഏവർക്കും കർത്താവ് നിത്യജീവൻ നൽകുന്ന ദൈവമാണ്. അപ്പോ ഹല്ലേലൂയ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ലാസർ മരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ലാസർ മരിച്ച് കല്ലറയിലായിരുന്നു. നാറ്റം വച്ചു തുടങ്ങി. ആ സമയത്താണ് യേശു കർത്താവ് ലാസറിന്റെ കല്ലറക്കരികൾ പോകുന്നത്. അപ്പൊ ലാസർ മരിച്ചു കിടക്കുന്നു. ഹല്ലേലൂയ, നാറ്റം വച്ചു തുടങ്ങി. അപ്പോ ഈ ലാസറിന്റെ സഹോദരി പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. യേശു കർത്താവ് അവളോടായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവ് ഇങ്ങനെ ഒരു അത്ഭുതം നടത്തുമെന്ന് ഒരിക്കലും ആ കേട്ട ആ വാർത്തയ്ക്ക് ഹല്ലേലൂയ മനസ്സിലായില്ല. എന്നാൽ യേശു കർത്താവ് വളരെ പരമാർത്ഥമായ കാര്യമാണ് പറഞ്ഞത്. ഹല്ലേലൂയ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പൊ യേശു കർത്താവ് ആ നിൽക്കുന്നവരോടായി പറയുന്നുണ്ട്, അവന്റെ കെട്ടഴിപ്പി, അവൻ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ സാധാരണ നമ്മുടെ കല്ലറകൾ പോലെ അല്ല യഹൂദന്മാരുടെ കല്ലറകൾ എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, ആ ബോഡിയെ പെട്ടെന്ന് സ്തോത്രം ചെയ്യുന്നു. എന്ത് ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ, നമ്മുടേതായ നിലവാരങ്ങളാണ്. ഇവിടെ മണ്ണിട്ട് മൂടുന്ന സമ്പ്രദായങ്ങളുണ്ട്, അഥവാ കല്ലറയ്ക്ക് കോൺക്രീറ്റ് ഇട്ട് മൂടുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ യഹൂദന്മാരുടെ കല്ലറയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കല്ല് വെച്ച് അടയ്ക്കുന്ന ഒരു സമ്പ്രദായമാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും, വേഗത്തിൽ കല്ലറ റിമൂവ് ചെയ്യുവാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ യേശു ആദ്യമായി ആവശ്യപ്പെട്ടത് അവന്റെ കെട്ടഴിപ്പിൽ പോകട്ടെ. ഹല്ലേലൂയ. അപ്പൊ ലാസറെ പുറത്തു വരിക എന്ന് യേശു കൽപ്പിക്കുന്നു. ലാസർ പുറത്ത് ജീവനുള്ളവനായി. ഹല്ലേലൂയ. വ്രണങ്ങളാൽ അല്ലെങ്കിൽ അത് ചീഞ്ഞളിയ അനുഭവമായിരുന്നു. എന്നാൽ ലാസർ ജീവനോട് പുറത്തു വന്ന് പുതുജീവൻ പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ മരിച്ചാലും ഈ വിധത്തിൽ നിങ്ങളുടെ ജീവനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ഹല്ലേലൂയ. ലാസറിന്റെ ജീവിതം പുറത്തു വന്നത് ഹല്ലേലൂയ ഈ മാനുഷികമായ അല്ലെ ജഡശരീരമായി പുറത്തു വന്നെങ്കിൽ നമുക്ക് നമ്മുടെ ജീവൻ പ്രാപിക്കുന്നത്, നാം മരിച്ചടക്കപ്പെട്ടാൽ നമ്മുടെ ജീവൻ വരുന്നത് ഈ ജഡശരീരത്തോടെ അല്ല, ഒരു ആത്മശരീരം, തേജസ്സേറിയ ശരീരമാണ് യേശു എനിക്ക് നിങ്ങൾക്കും വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ. ഹല്ലേലൂയ. ലോകത്ത് പല ഇസങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്, പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്, ആൾ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഹല്ലേലൂയ, മറ്റ് വിഗ്രഹങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ അവർക്കാർക്കും ലഭിക്കാത്ത ഒന്ന് യേശു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നതല്ലേ നിങ്ങളുടെ ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ യേശുവിന്റെ പൈതലായി, മകനായി, മകളായി മാറുമ്പോൾ നിങ്ങൾക്ക് ഒരു നിത്യജീവന്റെ സ്വർഗീയമായ ഒരു അനുഭവത്തെയാണ് യേശു നിങ്ങൾക്ക് വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ആ ഒരു നിത്യജീവൻ പ്രാപിക്കണമെന്ന്? മറുപടി, നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചാൽ മതി, യേശുവിന് നിങ്ങളുടെ ഹൃദയത്തെ കൊടുത്താൽ മതി, ഒരു ദൈവമൈതനായി, ദൈവമകളായി നിങ്ങൾ മാറിയാൽ മതി. ഹല്ലേലൂയ. തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന വ്യക്തികൾക്ക്, ഹല്ലേലൂയ, തന്നിൽ വിശ്വസിക്കുന്നവർക്കല്ല, ഹല്ലേലൂയ, യേശു പാപമോചനം കൊടുക്കുന്നു.
മനുഷ്യന്റെ പാപത്തിൽ നിന്ന്, ഹല്ലേലൂയ, ശാപത്തിൽ നിന്ന് ഹല്ലേലൂയ രക്ഷപ്പെട്ടാൽ മാത്രമേ ഹല്ലേലൂയ ആ വ്യക്തി ദൈവമക്കളുടെ പൈതലായി മാറുകയുള്ളൂ. അതുകൊണ്ട് ഒന്നാമത് ആവശ്യം, നിങ്ങൾക്ക് യേശു വിശ്വസിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, മാത്രമല്ല നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ യേശുവിന് ഹൃദയം കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പാപമെല്ലാം യേശു മോചിപ്പിച്ചു തരും. ഹല്ലേലൂയ, നിങ്ങളെ ദൈവമകനായ മകളാക്കി ദൈവം മാറ്റും. അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒരു അവകാശം പ്രാപിച്ചാൽ നിങ്ങൾക്ക് ഈ യേശു വാഗ്ദാനം ചെയ്ത നിത്യജീവനെ അവകാശമാക്കുവാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ലേ? അപ്പൊ നിങ്ങൾ ഈ ലോകത്തിൻ്റെതായ ചിന്തകളിലൂടെ, അല്ലെ ഈ ലോകത്തിൻ്റെതായ ഹല്ലേലൂയ കാര്യങ്ങൾ കൊണ്ട് ജീവിക്കേണ്ടവരല്ല ഞാനും നിങ്ങളും. ഹല്ലേലൂയ, വരുന്ന ഒരു ജീവൻ, ഹല്ലേലൂയ, ഒരു തേജസ്സേറിയ ശരീരം പ്രാപിക്കുവാൻ, ഒരു ആത്മശരീരം പ്രാപിക്കുവാൻ, അതിനുവേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു ഭാഗ്യത്തിലേക്കാണ് യേശു നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഹല്ലേലൂയ, ഈ പകൽക്കാലം നമ്മുടെ വിശ്വാസം പ്രകാരമായിരിക്കുന്നു. ഹല്ലേലൂയ, യോഹന്നാൻ 3:16 പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹത്തിന്റെ ഒരു ഹല്ലേലൂയ പ്രകാശം, ദൈവസ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് നമുക്ക് യേശുക്രിസ്തുവിന്റെ വരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പൊ നശിച്ചു പോകുന്ന ഒരു ലോകത്തിലേക്കാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഓ മനുഷ്യർ പലതിലും നശിച്ചു പോകുന്നു, തകർന്നു പോകുന്നു. ഹല്ലേലൂയ, എന്നാൽ ഈ തകരാത്ത, തളരാത്ത, ഹല്ലേലൂയ, നശിച്ചു പോകാത്ത, വാട്ടമില്ലാത്ത, ക്ഷയമില്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു തേജസ്സേറിയ ശരീരം പ്രാപിക്കുവാനാണ് യേശു നമ്മെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. അപ്പോൾ തന്നിൽ വിശ്വസിക്കുന്ന, ഹല്ലേലൂയ, ഇവിടെ പറഞ്ഞിരിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രൻ ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ദൈവ സ്നേഹത്തിന്റെ ഒരു ഉദാത്ത മാതൃകയാണ് നമുക്ക് ഇതിലൂടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട, ദൈവത്തിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് കഷ്ടങ്ങൾ വരാം, പലപ്പോഴും നമുക്ക് ക്ലേശങ്ങൾ വരാം, പലപ്പോഴും നമുക്ക് നിരാശകൾ വരാം, പലപ്പോഴും നമ്മൾ കലങ്ങി പോകുന്നവരാണ്, ആത്മഹത്യയുടെ വക്കിൽ എത്തുന്നവരാണ്, പലരും കടക്കണിയിലാകുന്നവരാണ്. പല ബാങ്കുകളൊക്കെ ഹല്ലേലൂയ മനുഷ്യർക്ക് വേണ്ടി ലോണുകൾ ഓഫർ ചെയ്യാറുണ്ട്. ഹൗസ് ലോണ്, കാർ ലോണ്, ഹല്ലേലൂയ, സ്വത്രം, ലക്ഷങ്ങൾ ഹല്ലേലൂയ എങ്ങോട്ട് നൽകാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പല ബാങ്കുകൾ മനുഷ്യർക്ക് ഹല്ലേലൂയ ലോണുകൾ നൽകാറുണ്ട്. ആ നൽകുന്ന സമയത്ത് നല്ല സ്നേഹമാണ്, സഹകരണമാണ്. എന്നാൽ ഒരു തവണ മുടങ്ങി കഴിയുമ്പോ, പിന്നെ അടയ്ക്കാൻ കഴിയാതെ ഹല്ലേലൂയ വഴിമധ്യയായി തീരുമ്പോ, ഹല്ലേലൂയ, ബാങ്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ബാങ്ക് നോട്ടീസുകൾ അയക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അവസാനമായി ചെയ്യുന്നത് പിന്നെ ജപ്തി നോട്ടീസായി. ഹല്ലേലൂയ. അങ്ങനെ പോകുമ്പോൾ ഈ സാധാരണ വ്യക്തികൾ ഒരു ഭാഗത്ത് ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വലിയ ഭവനങ്ങൾ, സൗധങ്ങൾ തീർത്ത വ്യക്തികൾ ഒരു നിമിഷം കൊണ്ട് അവർ തകർന്നു പോവുകയാണ്, അവർ തളർന്നു പോവുകയാണ്. ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല, ഇനി മരിച്ചാൽ മതി, മറ്റൊരു മാർഗവുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ മനുഷ്യർ ചെയ്യുന്നത്, അവർ കണ്ടുപിടിക്കുന്ന ഏറ്റവും എളുപ്പമായ കാര്യം, അവർ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയാണ്. ഒന്നുകിൽ ഒരു മുഴം കയർ, അല്ലെങ്കിൽ വിഷകരമായ അവസ്ഥകൾ കഴിച്ച് അപ്പൊ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് ജീവിക്കുന്ന ഒരു അനുഭവമാണ് മനുഷ്യർ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള വ്യക്തികൾക്കും മടങ്ങി വരുവാൻ കഴിയും, അങ്ങനെയുള്ളവർക്കും വിമോചനം തരുവാൻ കഴിയും. അപ്പൊ മനുഷ്യന്റെ ഏതവസ്ഥയും ഏത് സാഹചര്യത്തെയും യേശുവിന് പരിഹരിക്കാൻ കഴിയും. കടഭാരമുള്ള വ്യക്തികളുടെ കടഭാരങ്ങളെ മാറ്റി തരുവാൻ കഴിയും. അപ്പൊ നിരാശയിലായിരിക്കുന്നവരുടെ നിരാശകൾ മാറ്റി തരുവാൻ കഴിയും. മരണകരമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ രോഗങ്ങൾ മാറ്റി തരുവാൻ കഴിയും. അപ്പൊ ഏതൊക്കെയാണോ നിങ്ങൾ പോയിരിക്കുന്ന നാശത്തിലേക്കാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ സമയം യേശുവിൽ നീ വിശ്വസിച്ച യേശു നിന്റെ ഹൃദയത്തിൽ വരും. യേശുവിൽ നീ വിശ്വസിച്ച നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും, നിന്റെ വേദനകൾക്ക് പരിഹാരം വരും, നിന്റെ രോഗങ്ങൾക്ക് പരിഹാരം വരും,
നിന്റെ നിരാശകൾക്ക് മാറ്റം വരും. നീ ഒരു ദൈവ പൈതലായി മാറും. നിന്റെ അവസ്ഥകൾക്ക് പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ട് ഹല്ലേലൂയ ഒരു സന്തോഷകരമായ ആനന്ദകരമായ ജീവിതം നിനക്ക് നയിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഓ സ്തോത്ര. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കടം ഉള്ളവർ ആണ് ഒരു സമയത്ത് യേശുവിന്റെ മുൻപാകെ കടന്നു വന്ന് പലരുടെ കടങ്ങൾ മാറിപ്പോയ അനുഭവങ്ങളുണ്ട്. വലിയ വലിയ കുറ്റവാളികൾ യേശുവിനെ അറിയുമ്പോൾ അവിടെ കേസുകളെല്ലാം മാറിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ നിമിഷത്തിൽ യേശു വാഗ്ദാനം ചെയ്ത തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനെ കരസ്ഥമാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ യേശു വാഗ്ദാനം ചെയ്തത് ഒരു നിത്യജീവനാണ്, എറ്റേണൽ ലൈഫാണ്. എന്താണ് നിത്യജീവൻ? ഹല്ലേലൂയ. നമ്മുടെ ഈ ജഡശരീരം മാറിയിട്ട് ആത്മശരീരം നമുക്ക് ദൈവം നൽകാൻ പോവുകയാണ്. തേജസ്സേറിയ ശരീരം നമുക്ക് നൽകാൻ പോവുകയാണ്. അതിന് ഏറ്റവും ഉദാഹരണം കാണിച്ചു തന്നത് യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ കഷ്ടാനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവായ യേശു മനുഷ്യനായി അവതരിച്ച് 33 വയസ്സ് വരെ ജീവിക്കുകയും അവൻ പാപം ചെയ്തില്ല, അവൻ ഹല്ലേലൂയ ഒരു കുറ്റവും ചെയ്തില്ല. എന്നാൽ അവൻ ഹല്ലേലൂയ ദൈവമാണ് എന്ന് പറഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ രക്ഷകനാണെന്ന് പറഞ്ഞത് കൊണ്ട് അവൻ ശത്രുക്കൾ ഉണ്ടാവുകയാണ്. ആ യഹൂദന്മാർ തന്നെ ശിക്ഷ നടപ്പാക്കുകയാണ്. തന്നെ കുറ്റവാളിയായി ചിത്രീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇവനെ ക്രൂശിക്കണമെന്ന് അവർ ആക്രോശിക്കുകയാണ്. അങ്ങനെ പീലാത്തോസിന്റെ അടുക്കൽ കടന്നു വന്നു. പീലാത്തോസ് പറയുന്നുണ്ട്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവിനെ ഒരു കുറ്റവാളിയായി ചിത്രീകരിച്ചുകൊണ്ട് അവർ യേശുവിന് കൊടുത്ത ശിക്ഷ അവനെ മരത്തിന്മേൽ തൂക്കുക, മരത്തിന്മേൽ തൂക്കി കൊല്ലുക. ഹല്ലേലൂയ. അങ്ങനെ സ്വന്തം യേശു കർത്താവ് പാപികളുടെ രക്ഷയ്ക്കായി എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപമോചനം നൽകുവാനായി യേശു കർത്താവ് ഈ ജഡശരീരത്തോടെ ഹല്ലേലൂയ മരിച്ച് ഹല്ലേലൂയ അടക്കപ്പെട്ട് യേശു പറഞ്ഞു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവ് ഹല്ലേലൂയ ആ ഒരു ഉദാഹരണം, മാതൃക എനിക്കും നിങ്ങൾക്കും കാട്ടിത്തന്നു. ഹല്ലേലൂയ. ഇതുപോലെയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ഇനി ഉയർത്തെഴുന്നേൽക്കോ? ഇനി ഒരു മടങ്ങി വരവുണ്ടോ? ഇനി മനുഷ്യന് തിരിച്ചു വരാൻ കഴിയുമോ എന്നൊരു ചോദ്യം പലരും വയ്ക്കുമ്പോൾ യേശു ആ സംഗതി കർത്താവിന്റെ ജീവിതത്തിലൂടെ ഈ ലോകത്തിലെ കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശം കർത്താവ് നിവർത്തിച്ചു കാട്ടി തന്നു. അപ്പൊ കർത്താവ് അങ്ങനെ ക്രൂശിപ്പിച്ചു, അവർ ഭരിച്ചു, അടക്കപ്പെട്ടു. ഹല്ലേലൂയ. കല്ലറയിൽ റോമൻ ഇമ്പീരിയൽ മുദ്രയെല്ലാം പതിപ്പിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. മാത്രമല്ല അതൊരു കെട്ടുകഥയുണ്ടായി. ഹല്ലേലൂയ. ഞങ്ങൾ ഉറങ്ങിയപ്പോൾ ഇവനെ കട്ടുകൊണ്ടുപോയി എന്ന് തന്റെ ജനം പറയാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ ആ കല്ലെല്ലാം വെച്ച് മുദ്രയൊക്കെ ചെയ്ത് റോമൻ ഇമ്പീരിയൽ മുദ്രയെല്ലാം പതിച്ച്, മാത്രമല്ല പടയാളികൾ ചുറ്റും കാവൽ നിന്നു. ഈ കല്ലറയ്ക്ക് കാവൽ നിൽക്കുകയാണ്. കാരണം ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാർ വന്ന് മോഷ്ടിച്ചോണ്ട് വേണ്ട അവൻ ഉയർത്തെഴുന്നേറ്റ് പറയാതിരിപ്പാൻ. എന്നാൽ ഹല്ലേലൂയ ഞായറാഴ്ച പ്രഭാതത്തിൽ മാർത്തയും ഹല്ലേലൂയ മറിയയും ഹല്ലേലൂയ സഹോദര യേശുവിന്റെ ശരീരം കാണുവാൻ, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കാണുവാൻ, താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. എന്നാൽ ആ കല്ലറയിൽ എന്ത് സംഭവിക്കുന്നത് കാണുവാനായി സഹോദരിമാർ പോകുമ്പോൾ കണ്ട കാഴ്ച, കല്ലറ തുറന്നു കിടക്കുകയാണ്. ഹല്ലേലൂയ. ധാരാളം മഹാന്മാരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ അതാണ് പാട്ട് പറയുന്നത്. ഉലക മഹാത്മാ അഖിലരും ഒരു പോലുറങ്ങുന്നു കല്ലറയിൽ. ഉലക മഹാത്മാർ അഖിലരും ഒരു പോലുറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. അനേക മഹാന്മാർ മഹതികൾ കല്ലറകളിൽ അടക്കപ്പെട്ടിരിക്കുമ്പോൾ
ധാരാളം രാജാക്കന്മാർ പല അനേകർ കല്ലറകൾ അടക്കപ്പെട്ടിരിക്കുമ്പോൾ ഒരുവന്റെ കല്ലറ മാത്രം ഹല്ലേലൂയ തുറക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിൽ പോകാനിടയായി തീർന്നു. യേശു പറഞ്ഞതുപോലെ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോ ഈ മറിയ കല്ലറയ്ക്കൽ വന്നപ്പോ യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കും. അവൾ ആകെ ഹല്ലേലൂയ ഭയപ്പെട്ടു, പേടിച്ചു. എന്താണ് സംഭവിച്ചത്? അപ്പോൾ ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, ഹല്ലേലൂയ സ്തോത്രം, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് കള്ളമല്ല പറഞ്ഞത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. മാത്രമല്ല 40 ദിവസം ഈ ഭൂമിയിൽ തന്റെ ശിഷ്യന്മാരോടായി തന്റെ ജീവിതം ചെലവഴിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. മാത്രമല്ല യേശു കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, അവസാനമായി പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവ് മത്തായി സുവിശേഷത്തിൽ നമുക്ക് അവിടെ കാണും, 28-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. 11 പേർ അവന്റെ അടുക്കൽ കടന്നു വന്ന് യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിൽ ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷിതാക്കിക്കൊള്ളുവീൻ. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റവനായ യേശു, ഹല്ലേലൂയ, ആത്മശരീരത്തോടെ, ഹല്ലേലൂയ, അവർ നോക്കുമ്പോൾ ജഡശരീരമാണ്. ഹല്ലേലൂയ. ഈ ആത്മശരീരത്തിന് ഏത് രൂപവും പ്രാപിപ്പാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആത്മശരീരത്തോടെ യേശു കടന്നു. യേശു പറയുന്നു, എന്നെ തുടരുത്. എന്നാൽ യേശു ഭക്ഷിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റവനായി അവിടെ അടുക്കൽ വന്ന് യേശു പറയുന്നുണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ അനേകരെ ശിഷ്യരാക്കണം, നിങ്ങൾ അനേകരെ പാപമോചനം പ്രസംഗിക്കണം, നിങ്ങൾ അനേകരെ മാനസാന്തരത്തിലേക്ക് നടത്തണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, കർത്താവ് അവരോടായി അവസാനമായി പഠിപ്പിച്ച ഒരു കാര്യമാണ്, നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കണം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ നാം ഈ ലോകം തകർന്നു പോയാൽ, ലോകം ഇനി എങ്ങനെയൊക്കെ കടന്നു വന്നാലും യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് സന്തോഷം നൽകും, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകും, നിങ്ങളുടെ ഏത് അവസ്ഥകൾക്ക് ഞാൻ പരിഹാരം നൽകും. അതുകൊണ്ടല്ലേ ഡോക്ടർമാർ ഉപേക്ഷിക്കുന്ന മാരകമായ രോഗങ്ങൾ സൗഖ്യമാകുന്നത്? ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ഡോക്ടർമാർക്ക് പരിഹരിക്കാൻ കഴിയുന്ന രോഗങ്ങൾ, മുഴകൾ അപ്രത്യക്ഷമാകുന്നു, ഹല്ലേലൂയ, മുടന്തന്മാർ സൗഖ്യമാകുന്നു. പലവിധമായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ഈ ലോകത്ത് നടക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. യേശു ഇന്നും ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അനേകരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനായ യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അവൻ നിത്യജീവൻ നൽകുന്നു, അവൻ പാപക്ഷമ നൽകുന്നു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും പാപമോചനമുണ്ട്. ഹല്ലേലൂയ. അവ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണോ നിങ്ങളുടെ ജീവിതം? രോഗ ദുരിതങ്ങളിലാണോ നിങ്ങളുടെ ജീവിതം? സാമ്പത്തിക തകർച്ചയിലാണോ നിങ്ങളുടെ ജീവിതം? ഈ സമയം ഹല്ലേലൂയ, യേശുവിന് ഹൃദയം കൊടുക്കാൻ നീ തയ്യാറാണോ? യേശുവിന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിക്കാൻ നീ തയ്യാറാണോ? ഹല്ലേലൂയ. മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ഹല്ലേലൂയ. ഈ സമയം നിന്റെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കാൻ നീ തയ്യാറാണോ? ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ജീവിതം, ഇനിയുള്ള ജീവിതം, ഈ നീ നാശത്തിലേക്ക് പോകുന്ന ഒരു അനുഭവത്തിലാണോ നിന്റെ ജീവിതമായിരിക്കുന്നത്? പാപത്തിന്റെ ലാഞ്ചനയിലാണോ നിന്റെ ജീവിതമായിരിക്കുന്നത്? ഒരു കലങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലാണോ? മുന്നോട്ട് എന്തായി തീരുമെന്നുള്ള ഒരു പരിശോധന ഘട്ടത്തിലാണോ നീ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ ഈ സമയം നിനക്ക് രക്ഷപ്പെടുവാൻ ഒരു സുവർണാവസരം ഈ സമയം നിനക്ക് സമർപ്പാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവ് യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തെ അവിടെ ക്ഷമിക്കണമേ, എന്നെ മകനും മകളുമാക്കി തീർക്കണമേ എന്ന് നീ പറഞ്ഞാൽ, യേശു പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്ന ഏവർക്കും ഹല്ലേലൂയ ഒരു രക്ഷ പ്രാപിപ്പാൻ കഴിയും. ഈ സമയത്തിന്റെ പാപത്തെ ഏറ്റു പറയുമോ? ഈ സമയത്ത് അല്ലെങ്കിൽ ജീവൻ യേശുവിന് വേണ്ടി സമർപ്പിക്കുമോ? ഈ സമയം നിനക്ക് യേശുവിന്റെ ഒരു മകനായി മകളായി മാറുവാൻ കഴിയും. ഹല്ലേലൂയ. തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ കഴിവ് കൊടുത്തു. ഹല്ലേലൂയ.
നീ ഒരു ദൈവമകനായി മകളായി മാറുവാൻ എനിക്കൊരു ആഗ്രഹമുണ്ടോ? മറ്റൊന്നും ചെയ്യണ്ട. ഹല്ലേലൂയ. നീ മറ്റ് ഒരു കാര്യം ചെയ്യണ്ട. നിന്റെ ഹൃദയത്തെ യേശുവിന് കൊടുക്കാമോ? നിന്റെ ഇനിയുള്ള ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കാമോ? ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിന്നെ തന്നെ സമർപ്പിക്കുമോ? കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തെ ഹൃദയം കൊടുക്കുമോ? ഈ സമയം നിനക്ക് ഈ രക്ഷകൻ നിന്റെ ഉള്ളിൽ വരും. ഈ രക്ഷകൻ നിന്റെ പാപത്തെ പരിഹരിക്കും. ഈ രക്ഷകൻ നിന്റെ രോഗത്തെ മാറ്റും. ഈ രക്ഷകൻ നിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് പരിഹാരം വരുത്തും. ഹല്ലേലൂയ. നിനക്ക് നിന്റെ ജീവിതത്തിന് പുതുജീവൻ നൽകും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്ക് വേണ്ടി ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ അവിടെ കടന്നു വരണമേ, എന്റെ ഈ അവസ്ഥകളെ പരിഹരിക്കണമേ എന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഹൃദയം കൊടുക്കുന്ന കർത്താവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആഗ്രഹിക്കുന്ന ഈ നിമിഷം ഹല്ലേലൂയ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അവിടെ രോഗത്തെ മാറ്റണമേ, അവിടെ ശാപത്തെ നീക്കണമേ, അവർക്ക് സമാധാനം നൽകണമേ, ഇവിടെ സാമ്പത്തിക തകർച്ചകളെ യേശുവിൻ നാമത്തിൽ മാറ്റണമേ, രോഗസൗഖ്യം യേശുവിൻ നാമത്തിൽ നൽകണമേ. ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവികമായ കൃപ പകരേണ്ടതിനായി പ്രാർത്ഥിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധനാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നിത്യജീവനിലേക്ക് സന്തോഷത്തിലേക്ക് വരുവാൻ കർത്താവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന യാചനകൾക്കും സ്വർഗ്ഗ നല്ല പിതാവാം ദൈവമേ, ആമേൻ. ഇതുവരെയും എന്റെ ശബ്ദം കേട്ട ഏവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട്, സ്നേഹവന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി